السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ചക്കവ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുഖ്യശത്രു ആരെന്ന ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കും പറയാനുണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സകങ്ങളിൽ വരുന്ന ഉത്തരങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ചില ആളുകളുടെയൊക്കെ മനസ്സിൽ കറക്റ്റ് ഉത്തരം വന്നു കാണും. നമുക്കറിയാം നമ്മുടെ മുഖ്യ ശത്രു ശൈത്താനാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിലെ 5-6 വചനങ്ങളിലൂടെ അക്കാര്യം വളരെ വ്യക്തമായി തന്നെ നമ്മോട് പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഗീർ. അല്ലാഹു പറയുന്നുണ്ട്, മനുഷ്യരെ, തീർച്ചയായും അല്ലാഹുവിൻ്റെ കരാറ് സത്യമാണ്. അഥവാ നമ്മുടെ റബ്ബ് എന്തെല്ലാം കരാറുകൾ ചെയ്തിട്ടുണ്ടോ, അഥവാ നമ്മളോട് അവൻ കൽപ്പിച്ച കരാറിൽ ഏറ്റവും വലുത് അവനെ മാത്രം ആരാധിക്കുക, അവനിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ആളുകളെ ശിക്ഷിക്കാതിരിക്കുക, അവർക്ക് സ്വർഗം നൽകുക എന്നതാണ് അള്ളാഹു നമ്മോട് ചെയ്ത കരാർ. ആ കരാർ സത്യമാണെന്നുള്ള പറയാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം, ഈ ദുനിയവിയായ ലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. അള്ളാഹു പറയാണ്, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ ശൈത്താൻ, പിശാച് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നു, തുടർന്നുള്ള ആയത്ത്, ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ, തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിച്ചു കൊള്ളുക, അഥവാ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കണ്ടുകൊള്ളുക. ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഗീർ, തീർച്ചയായും അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങൾ നരകത്തിൻ്റെ സഗീർ എന്ന് പറയുന്ന നരകത്തിൻ്റെ ആളുകളാവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്തുകൊണ്ട് ശൈത്താൻ നമ്മുടെ മുഖ്യ ശത്രുവായി? സഹോദരങ്ങളെ, നമുക്കറിയാം ചരിത്രം. നമ്മുടെ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട്. മലക്കുകളെല്ലാം സുജൂദ് ചെയ്യുന്നു. മലക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ്, ശൈത്താൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ശൈത്താൻ അള്ളാഹുവിൻ്റെ ആജ്ഞക്കനുസരിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല എന്നതാണ്. അതിനവൻ കണ്ട ന്യായം. ഖാല അന ഖൈറും മിൻഹു, അള്ളാഹു പറയുന്നുണ്ട് സൂറത്തു സ്വാദിലെ 76-ാമത്തെ വചനത്തിലൂടെ, ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ ഖൈറായവനാണ്, ഉത്തമമായവനാണ്. എങ്ങനെ ഞാൻ ആദമിനെ സുജൂദ് ചെയ്യും? ആദമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് എന്ന അഹങ്കാരം മൂത്ത സംസാരമാണ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിലൂടെ ആ ശൈത്താൻ ഇബ്ലീസ് തൻ്റെ സൃഷ്ടാവിൻ്റെ ആജ്ഞയെയാണ് ഞാൻ ധിക്കരിക്കുന്നത് എന്ന കാര്യം മറന്നുപോയി. യഥാർത്ഥത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് അല്ലാഹുവാണ്. ആ കൽപ്പനയെ സ്വീകരിക്കുന്നതിന് പകരം ഈ രൂപത്തിലുള്ള അഹങ്കാരം കൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനയെയാണ് അവൻ ധിക്കരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവനെ അള്ളാഹു എന്നേക്കുമായി ശപിക്കപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും അവനായി കൊണ്ടിരുന്ന സ്വർഗ്ഗലോകത്തിൽ നിന്ന് അവനോട് പുറത്തു പോകാൻ പറയുകയും ചെയ്തു. അള്ളാഹു പറയുന്നുണ്ട്, ഖാല ഫഹ്ബിത് മിൻഹാ, സൂറത്തുൽ അറാഫിലെ 13-ാമത്തെ വചനം, ഖാല ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സ്വാഗിരീൻ. അള്ളാഹു പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, എവിടെ അഹങ്കരിക്കാൻ നിനക്ക് അവകാശമില്ല, അതിനാൽ പുറത്തു പോവുക. തീർച്ചയായും നീ നിന്ദ്യനും അപമാനിതരുമായവരിൽ പെട്ടവനാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഇബ്ലീസ് അള്ളാഹുവിനോട് ചില
കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. അവൻ പറഞ്ഞു, ഖാല അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, മനുഷ്യൻ പുനരുത്ഥാന ദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ എനിക്ക് ജീവിക്കാൻ നീ അവസരം നൽകണമേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അവൻ ചോദിച്ചു വാങ്ങുകയാണ്. അള്ളാഹു അവന് സമയം കൊടുക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ഖാല ഇന്നക മിനൽ മുൻദരിൻ, തീർച്ചയായും നീ അവധി നൽകപ്പെട്ടിരിക്കുന്നു, നിനക്ക് അവധി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ തന്നെ അവൻ പറയുന്നുണ്ട്, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുഅദന്ന ലക ലഹും സിറാത്തകൽ മുസ്തഖീം. ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ തീർച്ചയായും ഞാൻ നിന്റെ നേർവഴിയിൽ അഥവാ സിറാത്തുൽ മുസ്തഖീമായ പാതയിൽ അവരെ ഞാൻ കാത്തിരിക്കും. ആരുടെ കാരണത്തിന് വേണ്ടിയാണോ ഞാൻ ശപിക്കപ്പെട്ടവനായെങ്കിൽ ആ സമൂഹത്തെ നശിപ്പിക്കാൻ, ആ സമൂഹത്തെ നേരായ മാർഗത്തിൽ നിന്ന് തടയാൻ, അവരുടെ നേരായ മാർഗത്തിന്റെ ആ പാതയിൽ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. അവൻ പറഞ്ഞു, പിന്നീട് ഞാൻ അവരുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും അവരുടെ അടുക്കൽ വരും. അപ്പോൾ നീ അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി കാണുകയില്ല. അഥവാ നിനക്ക് നന്ദി ചെയ്യുന്നവരായി, നിന്റെ അടിമകളായി ആ മനുഷ്യരെ ഞാൻ വിടില്ല എന്നാണ് ശൈത്താൻ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞത്. ആ സമയത്ത് അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, ഖാല ഖുറജ മിൻഹാ മദ്ഊമൻ മദ്ഹൂറ ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. നീ അള്ളാഹു പറഞ്ഞു, നിന്ദ്യനായും എൻ്റെ കാരുണ്യത്തിൽ നിന്ന് അട്ടിയകറ്റപ്പെട്ടവനായും നീ ഇവിടെ നിന്ന് പുറത്തു പോവുക. അവരിൽ ആരെങ്കിലും നിന്നെ പിന്തുടർന്നാൽ നിങ്ങളെയെല്ലാം കൊണ്ട് ഞാൻ തീർച്ചയായും നരകം നിറയ്ക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അഥവാ ശൈത്താന്റെ മാർഗം നമ്മൾ പിന്തുടർന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ട് നരകം നിറക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉടലെടുത്തേക്കാം. ഇബ്ലീസിനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ നാം പാപികളായി തീരുന്നത് എന്നതാണ് ആ ചോദ്യം. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് പല കാര്യങ്ങൾക്കും പല കാരണങ്ങളുണ്ട് എന്നതുപോലെ ഒരു കാരണം മാത്രമാണ് ഇബ്ലീസ് നമ്മുടെ മുന്നിൽ. അവൻ ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരായ മാർഗം സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് തെറ്റ് ജീവിക്കുവാനോ സ്വാതന്ത്ര്യം നൽകപ്പെട്ടവരാണ്. ഉദാഹരണം, ഇവിടെ നാമല്ലാത്ത പല ജീവജാലങ്ങളും ജീവിക്കുന്നുണ്ടല്ലോ സഹോദരങ്ങളെ. അവരുടെ ലോകത്തൊരു പ്രശ്നവുമില്ലല്ലോ. അവിടെ ഒരു ധർണയോ അല്ലെങ്കിൽ ഒരു സമരമോ അല്ലെങ്കിൽ ഒരു ലാത്തിച്ചാർജോ അല്ലെങ്കിൽ അവരുടെ ലോകത്ത് ഒരു നവോത്ഥാനമോ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ വിശേഷ ബുദ്ധിയില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം തന്നു എന്നതുകൊണ്ട് തന്നെ നമ്മുടെ നേരായ മാർഗവും അതുപോലെ തന്നെ വഴികേടിന്റെ മാർഗവും ഏതെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരു ഇബ്ലീസിന്റെ ആവശ്യം അവിടെ വരുന്നില്ല, മറിച്ചൊരു കാരണം മാത്രമാണ് ഇബ്ലീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നിശ്ചയമായും നാം മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അവൻ നന്ദിയുള്ളവനായിരിക്കാം, അല്ലെങ്കിൽ നന്ദികെട്ട നിഷേധിക്കുന്ന ആളായിരിക്കാം. രണ്ടിനും അവന് സ്വാതന്ത്ര്യം ഉണ്ട് എന്നർത്ഥം. അഥവാ അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണെന്നർത്ഥം. നമ്മുടെ നേരായ മാർഗവും നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നാം തിരഞ്ഞെടുക്കുന്നതാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു വിശ്വാസി തന്റെ മരണത്തിനു ശേഷമുള്ള തന്റെ ജീവിതത്തിന് വേണ്ടി നേരായ മാർഗം പിന്തുടരുന്നവനും ഈ നശ്വരമായ നൈമിഷികമായ ജീവിതത്തിന്റെ പുറത്തുള്ള സുഖലോലുപതയുടെ സ്വർഗലോകം സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി ത്യാഗപരിശ്രമം നടത്തുന്നവനും ആയിരിക്കും. അത്തരക്കാരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.